ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻട്രേഡർ. ഇന്നത്തെ നിഫ്റ്റിയിലെ പെർഫോമൻസ് ആണ്. ഇന്നെന്ന് പറഞ്ഞാൽ 15th മെയിലെ പെർഫോമൻസ് ആണ്. സ്കാൽപ്പിങ്ങിൽ കിട്ടിയതാണ്. മിനിറ്റ് വൈസിൽ എടുത്ത ട്രേഡാണ്. മോർണിംഗിൽ ഒരു അപ് ട്രെൻഡും 11 o'clock ശേഷം ഒരു ഡൗൺ ട്രെൻഡും ഉണ്ടായിരുന്നു. ബൈ സ്ട്രോങ് ആയിരുന്നില്ല, എന്നാൽ വോളറ്റിലിറ്റി ഉണ്ടായിരുന്നു നല്ല രീതിയിൽ. എന്നാൽ 11 o'clock ശേഷം വന്ന ഡൗൺ സ്ട്രോങ് ആയിരുന്നു. അവിടുന്ന് സ്കാൽപ്പിങ്ങിൽ നമുക്ക് പുട്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 23,800 പുട്ടിന് 175 എടുത്ത ട്രേഡ് അപ്രോക്സിമേറ്റ് 230 249 വരെയൊക്കെ പോയി. 230 കഴിഞ്ഞിട്ട് 49 വരെയൊക്കെ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. അവിടെ നല്ലൊരു അപ് ട്രെൻഡ് പോയിട്ടുണ്ട്. ഫസ്റ്റ് ട്രേഡ് മിസ്സായാലും അടുത്ത ബ്രേക്ക്ഔട്ടിൽ തന്നെ നമ്മൾ 290 എടുക്കാൻ സാധിച്ചു. ആദ്യത്തെ ബ്രേക്ക്ഔട്ട് മിസ്സായവർക്ക് നെക്സ്റ്റ് റെസിസ്റ്റൻസ് കട്ട് ചെയ്തതും നല്ല രീതിയിൽ കയറി പോയിട്ടുണ്ട്. അപ്പോൾ സ്കാൽപ്പിങ്ങിന് കറക്റ്റ് ട്രേഡ് ആയിരുന്നു. പിന്നെ ഫസ്റ്റ് മോർണിംഗിൽ ഓപ്പണിങ്ങിൽ വന്ന് ബൈ ട്രേഡും നല്ലൊരു ട്രേഡ് ആയിരുന്നു. അവിടുന്ന് കോൾ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 11 o'clock ശേഷം വന്ന ഡൗണും സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ അത് സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ സ്ട്രാറ്റജിയാണ് ലേറ്റസ്റ്റ് വേർഷൻ. സൈഡ് വേസ് വ്യക്തമായിട്ട് കാണിച്ചു തരും. അതിൽ എക്സാമ്പിൾ ഞാൻ ഇതിന് മുമ്പ് വന്ന സെല്ലും ഇപ്പോഴത്തെ സെല്ലും തമ്മിലുള്ള താരതമ്യം കാണിച്ചു തരാം. അതിൽ ഫസ്റ്റ് ഇപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ആയത് ഈ ഡേ ബ്രേക്കിലാണ്. അതിൽ തലേ ദിവസം വന്ന നമുക്ക് ബൈയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് കയറുമായിരുന്നു. അവിടുന്ന് ഫസ്റ്റ് ഒരു ലോങ്ങിൽ ഓപ്പൺ ചെയ്ത ശേഷം നെക്സ്റ്റ് ഒരു ബ്രേക്ക്ഔട്ട് ഇവിടുന്ന് മാർക്കറ്റ് ഡിപ്പ് വന്നതിന് ശേഷം കയറിയിട്ടുണ്ട്. അവിടുന്ന് ചെറിയൊരു എൻട്രി പോയ ശേഷം പിന്നെ റിട്രേസ്മെൻറ്റിൽ നിന്നാണ് പിന്നെ പോയിരിക്കുന്നത്. അവിടെ സ്കാൽപ്പ് ചെയ്യുന്നവർക്ക് 2 എൻട്രി ആയിട്ട് ചെറിയ രീതിയിൽ നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ കയറിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ മാർക്കറ്റ് ഒരു ഡൗൺ ഇറങ്ങി. പക്ഷെ ഡൗൺ കൺഫേം ആയില്ല. സിഗ്നൽ വന്നിരുന്നെങ്കിലും താഴെ മാറിയില്ല. അതേ തിരിച്ച് മാർക്കറ്റ് കയറിയെന്ന വലിയൊരു അപ് ട്രെൻഡ് ആയിരുന്നില്ല. പിന്നെ മാർക്കറ്റ് നല്ലൊരു സൈഡ് വേസ് ആണ് കൊടുത്തത്. 11 മണിക്ക് ശേഷം സെല്ല് വന്നു. സെല്ല് കൺഫേമായി, കറക്റ്റ് ലെവലിൽ കൺഫേമായി. സെക്കൻഡ് ക്യാൻഡിലെ സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് ഇറങ്ങുമായിരുന്നു. അവിടെ നല്ലൊരു എൻട്രി ആയിരുന്നു. അത് ഫസ്റ്റ് ഇറക്കുന്നതിന് ശേഷം പിന്നെ മാർക്കറ്റ് രണ്ടാമത് ബ്രേക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങി. ഇപ്പം നോക്കുകയാണെങ്കിൽ റിട്രേസ്മെൻ്റ് ആണ്. 3 ടാർഗറ്റും അവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ 23,800 പുട്ടെടുത്താണ്. അവിടെ സിഗ്നൽ വന്നപ്പോൾ കറക്റ്റായിട്ട് ബ്രേക്ക് ചെയ്തു. 172 206 വരെ ബ്രേക്കിന് ശേഷം പിന്നെ മാർക്കറ്റ് അവിടുന്ന് കയറിപ്പോയി. അവിടുന്ന് അപ്രോക്സിമേറ്റ് നമുക്ക് 249 വരെയൊക്കെ ആ ട്രേഡ് പോയിട്ടുണ്ട്. നല്ലൊരു ട്രേഡായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ട്രേസ്മെൻ്റ് ആണ്. ഇപ്പോൾ തിരിച്ച് മാർക്കറ്റിൽ നിന്ന് സെല്ലിലേക്ക് കൺവേർട്ട് ആയിട്ടില്ല. ലൈൻ മാത്രം റെഡായി താഴെ നോക്കുകയാണെങ്കിൽ ഗ്രീനാണ്. തിരിച്ച് കയറാൻ സാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇറക്കത്തിൽ നിന്ന് പിന്നെ കയറുമ്പോൾ അടുത്ത ട്രേഡ് എടുക്കാം. അവിടെ നെക്സ്റ്റ് നമുക്ക് റീ എൻട്രി സജഷൻ ആയിട്ട് ഇവിടെ തരാം. അപ്പം നിഫ്റ്റിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എൻട്രി എടുക്കും. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻസ് നമുക്ക് അവിടെ ട്രേഡ് ഇല്ല, റിട്രേസ്മെൻ്റ് ആണ്, പുൾ ബാക്ക് ആണ്. എന്നാൽ ബൈയിലേക്ക് കൺവേർട്ട് ആയിട്ടില്ല. അവിടെ തിരിഞ്ഞിറങ്ങാൻ ഇപ്പോഴും സാധ്യത അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ലേറ്റസ്റ്റ് വേർഷൻ സ്ട്രാറ്റജിയിൽ നമ്മുടെ എക്സ്ട്രാ കളർ സൈഡും സൈഡ് വേസ് വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം കൺഫർമേഷൻ വരുന്നതും ഫേക്കായിട്ട് വരുന്നതും ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. കൺഫേം കറക്റ്റ് വരുന്ന ബ്രേക്ക്ഔട്ട്, സ്ട്രോങ് ബ്രേക്ക്ഔട്ട് ട്രേഡുകൾ തിരിച്ചറിയാൻ ലൈവിൽ വളരെ, അതായത് ഫ്രഷേഴ്സൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതിൻ്റെ ലൈവ് പെർഫോമൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണോ, കോൺടാക്ട് ചെയ്യും. താങ്ക് യു.